ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ വരുന്ന 4ാമത്തെ യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് ആദ്യം ഒരു കഥയായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്, ദ സ്റ്റോൺ സൂപ്പ്. അതിൻ്റെ വീഡിയോയും അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ആ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരുന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്ലാസ് 4 ഇംഗ്ലീഷ് നോക്കിയാൽ കാണാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ കമൻറ്റിൽ ലിങ്ക് അയക്കാൻ പറഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ്. നമുക്കിവിടെ അതിൻ്റെ ആ ഒരു യൂണിറ്റിൽ ബാക്കി പോർഷൻസ് ആണ് ഇവിടെ എടുക്കേണ്ടത്. അതായത് നിങ്ങൾക്കിവിടെ 114ാമത്തെ പേജ് മുതലാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ആദ്യം ബീയിങ് ഹെൽത്തി എന്ന് പറഞ്ഞൊരു പോയം, ഒരു കവിത പഠിക്കാനുണ്ട്. പിന്നെ ഒരു പാൻ കേക്കിൻ്റെ നല്ല രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയും പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യം ഇതിലെ പോയം നോക്കാം. ഇഫ് യു ആർ ഹെൽത്തി യു വിൽ ബി ഹാപ്പി. നമ്മൾ ഹെൽത്തി ആണെങ്കിൽ, നമ്മൾ ആരോഗ്യമുള്ളവരാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? നല്ല ഹാപ്പി, നല്ല സന്തോഷവാന്മാരായിരിക്കും അല്ലേ? നമുക്ക് ഹെൽത്ത്, ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സന്തോഷമുണ്ടാവുള്ളൂ. വാട്ട് ഡു യു ഡു ടു സ്റ്റേ ഹെൽത്തി? നിങ്ങൾ ആരോഗ്യമുള്ളവരായിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഫുഡുകൾ കഴിക്കും അല്ലേ? നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യും. നല്ല വിറ്റമിൻസ്, മിനറൽസ് ഉള്ള നല്ല ഭക്ഷണമാണ് നമ്മൾ കഴിക്കുക. ഫുഡിൽ നമ്മൾ കൺട്രോൾ കൊണ്ടുവരും. പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ബാത്ത് ചെയ്യും, ഡെയിലി കുളിക്കും, ഡെയിലി ബ്രഷ് ചെയ്യും, നല്ല ക്ലീൻ ഡ്രസ്സ് ധരിക്കും അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നഖങ്ങളൊക്കെ, നെയിൽസൊക്കെ ക്ലീൻ ആയിട്ട് വെക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ക്ലീൻ ആയിട്ട് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുണ്ട്. നൗ ലെറ്റ്സ് റീഡ് എ പോയം അബൌട്ട് ബീയിങ് ഹെൽത്തി ആൻഡ് ക്ലീൻ. ഇവിടെ താഴെ നിങ്ങൾക്കൊരു പോയം തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഹെൽത്തി ആയിരിക്കുക, എങ്ങനെയാണ് ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്നാണ് നമ്മുടെ ഈ ഒരു പോയത്തിൽ പറയുന്നത്. നമ്മുടെ ഈ പോയത്തിൻ്റെ ഹെഡിങ്, ടൈറ്റിൽ എന്താണ്? ബി ഹെൽത്തി എന്നാണ് ടൈറ്റിൽ വരുന്നത്, ആരോഗ്യമുള്ളവരായിരിക്കാൻ. സോ നമുക്ക് ഈ ഒരു കൊച്ചു പോയം വായിച്ചു നോക്കാം. Mom says I have to brush my teeth. അമ്മ പറയും. മം സേസ് എന്ന് പറഞ്ഞാൽ അമ്മ പറയും. I have to brush my teeth. ഞാൻ എൻ്റെ പല്ല് തേക്കണം. I have to brush my teeth എന്ന് പറഞ്ഞാൽ ഞാൻ പല്ല് തേക്കണം. In the morning and night. എപ്പോഴൊക്കെയാ? രാവിലെയും രാത്രിയിലും. They look and taste much better. എന്താണ്? അങ്ങനെ പല്ല് തേച്ചാൽ, നമ്മൾ ബ്രഷ് ചെയ്താൽ എന്താണ്? ദേ ലുക്ക് ആൻഡ് ടേസ്റ്റ് മച്ച് ബെറ്റർ. അവർ കാണാനും നല്ല ഭംഗിയായിരിക്കും, ടേസ്റ്റ് രുചിയും നല്ലതായിരിക്കും. ബട്ട് ഐ ഹേറ്റ് ഇറ്റ് വെൻ ഷീ ഈസ് റൈറ്റ്. അമ്മ പറയുന്നത് ശരിയാണ്, പക്ഷെങ്കിൽ അതെനിക്ക് ഇഷ്ടമല്ല. അത് ഐ ഹേറ്റ്, ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാനും മടിയുണ്ടോ? നിങ്ങളെല്ലാ കുട്ടികളും ഡെയിലി 2 times നിങ്ങളുടെ ടീത്ത് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് ചെയ്യണം. സോ ഇവിടെ കുട്ടി പറയാണ് ഐ ഹേറ്റ് ഇറ്റ്. കുട്ടിക്ക് അത് ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷെങ്കിൽ അമ്മ പറയുന്നത് ശരിയാണ്. ഷീ ഈസ് റൈറ്റ്. ആദ്യത്തെ 4 വരി മനസ്സിലായല്ലോ. ഇതിൽ അങ്ങനെ കട്ടിയുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം നമുക്ക് അറിയുന്ന സിമ്പിളായിട്ടുള്ള വേർഡ്സാണ് ഈ ഒരു പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഇനി അടുത്ത 4 വരി നോക്കാം. ഡാഡ് സേസ്. മുകളിൽ അമ്മയാണ് പറഞ്ഞത്, ഇവിടെ താഴെ പറയാണ് ഡാഡ് സേസ്. അച്ഛൻ പറയുന്നു ഐ ഹാവ് ടു ടേക്ക് എ ബാത്ത്. ഞാൻ കുളിക്കണം. ആൻഡ് വാഷ് മൈ ബോഡി വെൽ. എൻ്റെ ശരീരം നന്നായിട്ട് കഴുകുകയും വേണം. വെൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഴുകണം എന്നാണ് പറയുന്നത്. ഐ ഡു ഫീൽ നൈസ് ആൻഡ് ക്ലീൻ ആൻഡ് ഫ്രഷ്. അങ്ങനെ ചെയ്താൽ എന്താണ്? എനിക്ക് നല്ല ഒരു ക്ലീനും നല്ലൊരു ഫ്രഷായിട്ടും തോന്നും. ബട്ട് നൗ ഹീസ് റൈറ്റ് ആസ് വെൽ. പക്ഷേങ്കിൽ ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് എന്താണ്? വളരെ ശരിയാണ്. നമ്മൾ എന്താണ്? ഡെയിലി നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? കുളിക്കണം, ബാത്ത് ചെയ്യണം. എങ്കിൽ നമ്മുടെ ബോഡി എന്തായിരിക്കും? നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആദ്യത്തെ 4 വരിയിൽ പറഞ്ഞത് അമ്മയാണ് പറഞ്ഞത്, പല്ല് തേക്കാൻ വേണ്ടിയിട്ട്, ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. രണ്ടാമത്തേതിലോ അച്ഛനാണ്, ഡാഡ് സേസ്. അച്ഛൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? കുളിക്കാൻ വേണ്ടിയിട്ട്, ടേക്ക് എ ബാത്ത് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത 4 വരി നോക്കാം.
My brother says I have to wash my hands to keep them clean. എൻ്റെ ബ്രദർ പറയാണ് ഐ ഹാവ് ടു വാഷ് മൈ ഹാൻഡ്സ് ടു കീപ് ദം ക്ലീൻ. എൻ്റെ കൈകൾ നല്ല ക്ലീൻ, നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് കഴുകണം, കൈ വാഷ് ചെയ്യണം. ഹീ ഈസ് റൈറ്റ്. അവൻ പറഞ്ഞത് ശരിയാണ്. മൈ ഫിംഗേഴ്സ് ഫീൽ സോ ഗുഡ് വിത്തൗട്ട് ഡേർട്ട് ഇൻ ബിറ്റ്വീൻ. അങ്ങനെ കൈ കഴുകിയാൽ എൻ്റെ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ വിരലുകൾ എന്താണ്, നല്ല വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നു. വിത്തൗട്ട് ഡേർട്ട് ഇൻ ബിറ്റ്വീൻ, അങ്ങനെ വിരലുകൾക്കിടയിൽ ഡേർട്ട് എന്ന് പറഞ്ഞാൽ മണ്ണ്, പൊടി ഓക്കെ ഇല്ലാതെ നല്ല വൃത്തിയായിട്ടിരിക്കും എന്നാണ് പറഞ്ഞത്. അടുത്തത് മൈ സിസ്റ്റർ സീസ് ഐ ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ. എൻ്റെ സിസ്റ്റർ പറയും ഞാൻ കുറച്ച് പച്ചക്കറികൾ വെജിറ്റബിൾസ് കഴിക്കണം. ഈച്ച് ഡേ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പച്ചക്കറികൾ കഴിക്കണം എന്നാണ് പറയുന്നത്. ഷീ ഈസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അവൾ ശരിയാണ്, അവൾ പറഞ്ഞത് ശരിയാണ്. ഐ ഹാവ് മോർ എനർജി. എനിക്ക് എന്താണ്, അങ്ങനെ പച്ചക്കറികൾ ഞാൻ കഴിച്ചാൽ എന്താണ്, എനിക്ക് കൂടുതൽ എനർജി കിട്ടും, മോർ എനർജി കിട്ടും. ടു റൺ ആൻഡ് വാക്ക് ആൻഡ് പ്ലേ. എന്തിനൊക്കെ, കളിക്കാനും ഓടാനും നടക്കാനൊക്കെ. സോ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഫുഡിൽ എന്താണ്, നല്ല പച്ചക്കറികളൊക്കെ ചേർക്കണം. എങ്കിൽ നിങ്ങൾക്ക് കളിക്കാനും ഓടാനും ഒക്കെ നല്ല എനർജി കിട്ടും. നമ്മുടെ പോയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഗില്ലിയൻ ഗ്രേഗ് എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പോയം മനസ്സിലായല്ലോ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. നമ്മളുടെ എങ്ങനെയാണ് നമ്മൾ ഹെൽത്തി ആൻഡ് ക്ലീൻ ആയിരിക്കുക, ആരോഗ്യവും വൃത്തിയുമായിട്ടിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് വരുന്ന കുറച്ച് ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഹെൽത്തി ഹാബിറ്റ് ഡസ് ഈച്ച് ഫാമിലി മെമ്പർ ഇൻ ദ പോയം സജസ്റ്റ്. നമ്മുടെ പോയത്തിൽ ഈ ഓരോ ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ള ആൾക്കാർ എന്താണ് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അമ്മ പറയുന്നുണ്ട്, മം, പിന്നെ ഡാഡ്, പിന്നെ സിസ്റ്റർ, ബ്രദർ. ഇവർ 4 പേരിലും എന്താണ് കുട്ടിയോട് 4 കാര്യങ്ങൾ ചെയ്യാനാണ്, ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 4 കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത്. അതെന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പോയത്തിൽ ആദ്യ വരിയും നോക്കിക്കേ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തിൽ മം സേസ് ഐ ഹാവ് ടു ബ്രഷ് മൈ ടീത്ത്. അതായത് അമ്മ പറഞ്ഞത് എന്താണ്, ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് ഡാഡ് സേസ് ഐ ഹാവ് ടു ടേക്ക് എ ബാത്ത് കുളിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പറഞ്ഞത്. മൈ ബ്രദർ സേസ് ഐ ഹാവ് ടു വാഷ് മൈ ഹാൻഡ്സ്, കൈകൾ കഴുകാൻ വേണ്ടിയിട്ടാണ് ബ്രദർ പറഞ്ഞത്. മൈ സിസ്റ്റർ സേസ് ഐ ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ. എല്ലാ ദിവസവും ഓരോ ദിവസവും വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റർ പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പോർഷനിലേക്ക്, ഈ ഒരു ചോദ്യത്തിൻ്റെ താഴേക്ക് നിങ്ങൾ എടുത്ത് എഴുതി കൊടുക്കേണ്ടത്. ആദ്യം അമ്മ പറഞ്ഞത് എഴുതാം. മം സേസ് എന്തായിരുന്നു, ബ്രഷ് ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്. രാവിലെയും രാത്രിയിലും ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഡാഡ്, അച്ഛൻ പറഞ്ഞത് എഴുതാം. ടേക്ക് എ ബാത്ത് ആൻഡ് വാഷ് ദി ബോഡി വെൽ. എന്നും കുളിക്കുകയും ചെയ്യാം, ശരീരം നന്നായിട്ട് കഴുകുകയും ചെയ്യാം. ഇനി അടുത്തത് ബ്രദർ പറഞ്ഞത് എഴുതാം. വാഷ് ഹാൻഡ്സ് ടു കീപ് ദം ക്ലീൻ. കൈകൾ കഴുകുക, നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കൈകൾ കഴുകുക. ഇനി സിസ്റ്റർ പറഞ്ഞത് എഴുതാം. ഈറ്റ് വെജിറ്റബിൾസ് എവറി ഡേ. എല്ലാ ദിവസവും പച്ചക്കറികൾ കഴിക്കുക. സോ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദി ഹെൽത്തി ഹാബിറ്റ്സ് മെൻഷൻഡ് ഇൻ ദി പോയം. ഈ പോയത്തിൽ പറഞ്ഞ ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ബ്രഷിംഗ് ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്. രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുക. ടേക്കിംഗ് എ ബാത്ത് ആൻഡ് കീപ്പിംഗ് ദി ബോഡി ക്ലീൻ. കുളിച്ച് നമ്മുടെ ശരീരം നല്ല വൃത്തിയായിട്ട് വെക്കുക. വാഷിംഗ് ഹാൻഡ്സ് വെൽ. നന്നായിട്ട് കൈകൾ കഴുകുക. ഈറ്റിംഗ് വെജിറ്റബിൾസ് എവറി ഡേ. എല്ലാ ദിവസവും വെജിറ്റബിൾസ്, പച്ചക്കറികൾ കഴിക്കുക. ഇതൊക്കെയാണ് ഇവിടെ ഈ പോയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി താഴെ അടുത്ത ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. താഴെ തന്നിട്ടുള്ള വരികൾ വായിക്കുക. മൈ സിസ്റ്റർ സേസ് ഐ ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ. ഷീ ഈസ് റൈറ്റ്. ഐ ഹാവ് മോർ എനർജി ടു റൺ ആൻഡ് വാക്ക് ആൻഡ് പ്ലേ. ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ പോയത്തിലെ അവസാനത്തെ 4 വരികളാണല്ലേ. എന്താണ്, മൈ സിസ്റ്റർ സേസ്, എൻ്റെ സിസ്റ്റർ പറഞ്ഞു, ഐ ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ. ഓരോ ദിവസവും ഞാൻ പച്ചക്കറികൾ
കഴിക്കണം. ഷീ ഈസ് റൈറ്റ്, അവൾ പറഞ്ഞത് ശരിയാണ്. ഐ ഹാവ് മോർ എനർജി ടു റൺ ആൻഡ് വാക്ക് ആൻഡ് പ്ലേ. അങ്ങനെ ചെയ്താൽ എനിക്ക് ഓടാനും കളിക്കാനും നടക്കാനും ഒക്കെ കൂടുതൽ എനർജി കിട്ടും. നൗ ആഡ് 4 lines ഇൻ ദി സ്പേസ് ഗിവൺ ബിലോ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? താഴെ തന്നിട്ടുള്ള സ്പേസിൽ 4 വരികൾ കൂടി കൂട്ടിച്ചേർക്കാനാണ്. ഈ ഒരു പോയത്തിൻ്റെ ബാക്കി പോലെ ആക്കിയിട്ട് 4 വരികൾ കൂടി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ഇവിടെ ആദ്യത്തെ വരി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മൈ ഫ്രണ്ട് സേസ് ഐ ഹാവ് ടു. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത് ആദ്യത്തെ വരി. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വരി കംപ്ലീറ്റ് ചെയ്യേണ്ടത്? എന്തായാലും നമുക്കറിയാം ഈ ഒരു പാഠഭാഗത്ത് എന്തിനെക്കുറിച്ചാണ്? ഹെൽത്തി ആൻഡ് ക്ലീനെ കുറിച്ചാണല്ലോ. ആരോഗ്യവും വൃത്തിയെക്കുറിച്ചുമാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്. പിന്നെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. ആദ്യം അമ്മ പറഞ്ഞു പല്ല് തേക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അച്ഛൻ പറഞ്ഞു കുളിക്കാൻ, അനിയൻ പറഞ്ഞു കൈകൾ കഴുകാൻ, സിസ്റ്റർ പറഞ്ഞു പച്ചക്കറികൾ കഴിക്കാൻ. ഇവിടെ മൈ ഫ്രണ്ട് സേസ്, നമ്മൾ ഫ്രണ്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ പറയുന്നു എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. സോ നമുക്ക് എന്ത് എഴുതാം? നഖങ്ങൾ വൃത്തിയാക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഇവിടെ വരികൾ ചേർത്ത് എഴുതാം. കട്ടിങ് നെയിൽസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണല്ലോ, നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ശീലമാണല്ലോ. സോ നിങ്ങൾക്ക് ഇവിടെ വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഇതിന് മാച്ച് ആയിട്ടുള്ള, ഇതിന് യോജിക്കുന്ന വരികൾ വേണം നിങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ കട്ടിങ് നെയിൽസ് എന്ന് പറയുന്നത് നല്ല ആരോഗ്യപരമായിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാബിറ്റാണ്. സോ നമുക്ക് അതിനെക്കുറിച്ച് ഇവിടെ വരികൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. സോ നമുക്ക് എഴുതി കൊടുക്കാം. മൈ ഫ്രണ്ട് സേസ് ഐ ഹാവ് ടു കട്ട് മൈ നെയിൽസ്. എൻ്റെ നഖം വെട്ടണം. ബിഫോർ ദേ ഗ്രോ ലൈക്ക് ഡ്രാഗൺ ടെയിൽസ്. ഡ്രാഗൻ്റെ വാല് പോലെ നീളുന്നതിന് മുൻപേ. ഹീ ഈസ് റൈറ്റ്, അവൻ പറഞ്ഞത് ശരിയാണ്. ഇറ്റ് കീപ്സ് മീ ക്ലീൻ, അത് എന്നെ വൃത്തിയായിട്ട് വെക്കുന്നു. ആൻഡ് മേക്സ് മൈ ഹാൻഡ്സ് ലുക്ക് ഫ്രഷ് ആൻഡ് നീറ്റ്. പിന്നെ എൻ്റെ കൈകൾ നല്ല ഫ്രഷ് ആയിട്ടും കാണാൻ നല്ല നീറ്റായിട്ടും വെക്കുന്നു. സോ ഈ 4 വരികളാണ് നമ്മൾ ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അടുത്ത ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് കളർ ദി ഹെൽത്തി ഫുഡ് ഐറ്റംസ്. താഴെ നിങ്ങൾക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ ഭക്ഷണ സാധനങ്ങളുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഫുഡിനെ നിങ്ങൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ലിസ്റ്റ് ദി ഹെൽത്തി ഫുഡ് ആൻഡ് അൺഹെൽത്തി ഫുഡ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. എന്നിട്ട് താഴെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഹെൽത്തി ഫുഡിനെയും അൺഹെൽത്തി ഫുഡിനെയും നിങ്ങൾ വേർതിരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളിവിടെ ഏതൊക്കെ ഫുഡിനാണ് കളർ ചെയ്യേണ്ടത്? ഇതെന്താണ്? കോക്കനറ്റ് ആണ്. അതെന്താണ്? ഹെൽത്തി ഫുഡാണ്. സോ നിങ്ങൾ ഇതിന് നല്ല ഗ്രീൻ കളറ് കൊടുക്കുക. പിന്നെ ഇത് ആപ്പിളാണ്. ആപ്പിൾ എന്താണ്? ഫ്രൂട്ട്, ഹെൽത്തി ആണ്. സോ ഇതിനും നിങ്ങൾ കളർ ചെയ്യുക. പിന്നെ നൂഡിൽസ് ഹെൽത്തി ആണോ? ഹെൽത്തി അല്ല. സോ അതിന് നിങ്ങൾ കളർ ചെയ്യേണ്ട. പിസ്സ ഹെൽത്തി അല്ല, കളർ ചെയ്യേണ്ട. ബർഗർ ഹെൽത്തി അല്ല, കളർ ചെയ്യേണ്ട. പിന്നെ അവിടെ ഒരു ലീഫി വെജിറ്റബിൾ തന്നിട്ടുണ്ട്. അതൊരു എന്തോ ഒരു ഇലയാണ്. സോ ഒരു പച്ചക്കറിയാണ്, അത് ഹെൽത്തി ആണ്. സോ നിങ്ങൾ അതിനും നല്ലൊരു ഗ്രീൻ കളർ കൊടുക്കുക. താഴെ തന്നെ ഈ ഒരു സ്പേസിലേക്ക് നിങ്ങൾ ഹെൽത്തി ഫുഡ് എന്ന ഹെഡിങ്ങിൻ്റെ അടിയിൽ കോക്കനട്ട്, ആപ്പിൾ, ലീഫി വെജിറ്റബിൾ എന്ന് എഴുതി കൊടുക്കുക. അൺഹെൽത്തി ഫുഡ് എന്ന ഹെഡിങ്ങിൻ്റെ താഴെ നൂഡിൽസ്, ബർഗർ, പിസ്സ എന്നും എഴുതി കൊടുക്കുക. അടുത്തത് ഒരു എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റിയാണ്. ബ്രിങ് എ വെറൈറ്റി ഓഫ് ഹോംലി ഫുഡ് ഐറ്റംസ് ആൻഡ് കണ്ടക്ട് നാടൻ ഭക്ഷ്യമേള എത്നിക് ഫുഡ് ഫെസ്റ്റ് ഇൻ യുവർ സ്കൂൾ. നിങ്ങൾ വീട്ടിൽ നിന്ന് ഹോംലി ഫുഡായി നല്ല നാടൻ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ഒരു നാടൻ ഭക്ഷ്യമേള നടത്താൻ, ഒരു ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പ്രിപ്പയർ ദി റെസിപ്പി ആൻഡ് ഷെയർ വിത്ത് ദി വിസിറ്റേഴ്സ്. എന്നിട്ട് അത് ആ ഒരു ഫെസ്റ്റിവലിന് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ ഒരു ഭക്ഷണത്തിൻ്റെ റെസിപ്പി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനാണ്. സോ ഇത് നിങ്ങൾ സ്കൂളിൽ കണ്ടക്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഈ ഒരു പോയവും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഈ ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞത് മനസ്സിലായാലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത പാഠഭാഗം നോക്കാം. ദ റൺ എവേ പാൻ കേക്ക്, ഓടിപ്പോയ പാൻ കേക്ക്. ഇത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന നല്ല രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇവിടെ താഴെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. അമ്മയും അച്ഛനും കുട്ടികളും ചുറ്റും നിൽക്കുന്നുണ്ടല്ലേ. അമ്മ എന്താണ് അവിടെ ഒരു
പാനിൽ കേക്ക് ഉണ്ടാക്കുകയാണ്. ഓക്കെ, സോ ഓരോരുത്തർ എന്താണ് പറയുന്നത്? മം ഐ വാണ്ട് ദിസ്. അമ്മേ ഇത് എനിക്ക് വേണം. ഐ വാണ്ട് ദിസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് വേണം. ഒരാൾ പറയാണ് ഇറ്റ് വിൽ ബി ഡെലീഷ്യസ്. ഇതെന്താണ്? ഈ ഒരു നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. ഐ വിൽ ഈറ്റ് ഫസ്റ്റ്. ഞാനിത് ആദ്യം കഴിക്കും. ഐ തിങ്ക് എവരി വൺ വിൽ ലവ് ഇറ്റ്. ഞാൻ എന്താണ് ഇത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മം യു ആർ മേക്കിംഗ് മൈ ഫേവറേറ്റ് ഡിഷ്. ഒരാൾ പറയണം അമ്മേ നിങ്ങൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ലുക്സ് സോ ക്രിസ്പി. ഒരാൾ പറയണം ഇത് കാണാൻ നല്ല ക്രിസ്പി ആണെന്ന്. സോ എന്താണ് ഈ ഒരു പാൻ കേക്ക് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ആകാംക്ഷയോടെ നല്ല വായിലൊക്കെ വെള്ളം ഊറി കാത്തിരിക്കുകയാണ് അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ അമ്മമാർ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളും അമ്മമാരുടെ അടുത്ത് കിച്ചണിൽ ഇങ്ങനെ ഡിഷ് ആവുന്നുണ്ടോ തയ്യാറാവുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുമല്ലേ കൊതിയോടെ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചിത്രത്തിൽ കുട്ടികൾ നോക്കി നിൽക്കും. നെക്സ്റ്റ് പേജ് നോക്കാം. ഓൾ ഓഫ് എ സഡൻ ദ പാൻ കേക്ക് ജംപ്ഡ് ഔട്ട് ഓഫ് ദി പാൻ. അങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട്, ഓൾ ഓഫ് എ സഡൻ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ഒട്ടും വിചാരിക്കാതെ ദി പാൻ കേക്ക് ജംപ്ഡ് ഔട്ട് ഓഫ് ദി പാൻ. പാനിൽ നിന്നും നമ്മുടെ പാൻ കേക്ക് പുറത്തേക്ക് ചാടിപ്പോയി. ഓ ദ പാൻ കേക്ക് ജംപ്ഡ് ഔട്ട് ക്യാച്ച് ഇറ്റ്. അവിടുന്ന് കുട്ടികൾ ആരോ പറയാണ് പാൻ കേക്ക് ചാടിപ്പോയി ക്യാച്ച് ഇറ്റ്, അതിനെ പിടിക്കൂ. ഓക്കെ ഐ വിൽ ക്യാച്ച് ഇറ്റ്. മറ്റൊരാൾ പറയാണ് ഞാൻ അതിനെ പിടിച്ചു കൊള്ളാം. പിന്നെ ഒരാൾ പാൻ കേക്കിനോട് പറയുന്നുണ്ട് സ്റ്റോപ്പ് ദെയർ, അവിടെ നിൽക്ക്. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് കണ്ടില്ലേ, പേനിൽ നിന്നും പാൻ കേക്ക് ചാടിപ്പോകുന്നത്. ഇനി കുട്ടികളൊക്കെ അവിടെ നിൽക്ക് പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സഡൻ ആയിട്ട് പെട്ടെന്ന് പാൻ കേക്ക് പാനിൽ നിന്നും ചാടിപ്പോകുന്നത്. ബാക്കി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഹെൽപ്പ് ഹെൽപ്പ്, സഹായിക്കൂ സഹായിക്കൂ എന്ന് പറയാണ് പാൻ കേക്ക്. അവിടെ ഒരു ഡോഗിനെ കാണാം അല്ലേ? ഡോഗിനോട് പറയാണ് എന്നെ സഹായിക്കൂ. സ്റ്റോപ്പ് ദെയർ, വൈ ആർ യു റണ്ണിങ്? എന്തിനാണ് നീ ഓടുന്നത്? അവിടെ നിൽക്ക്. സ്റ്റോപ്പ് ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്ക്. വൈ ആർ യു റണ്ണിങ്, നീ എന്തിനാണ് ഓടുന്നത്? പാൻ കേക്ക് പറയാണ് ദി 7 children, their father and mother are following me. 7 കുട്ടികളും their father and mother, അവരുടെ അച്ഛനും അമ്മയും are following me, എന്നെ പിന്തുടരുകയാണ്, എന്നെ ഫോളോ ചെയ്യാണ്, എൻ്റെ പിറകിൽ വരുന്നുണ്ടെന്ന് ഡോഗിനോട് പാൻ കേക്ക് പറയാണ്. The pancake ran as fast as it could. പാൻകേക്ക് അതിന് കഴിയും പോലെ അത് വേഗം, ആ കഴിയുന്ന സ്പീഡിൽ വേഗത്തിൽ അതോടി. The 7 children, their father, mother and pet dog followed it. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പിന്നെ അവരുടെ വളർത്തു നായും, പെറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ വളർത്തുന്നതിനാണ് പെറ്റ് എന്ന് പറയുന്നത്. പെറ്റ് ഡോഗ് അവരുടെ വീട്ടിൽ വളർത്തുന്ന നായയും ഒക്കെ ഈ പാൻ കേക്കിനെ പിന്തുടരാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിക്കേ, കുട്ടികളൊക്കെ ഈ പാൻ കേക്കിൻ്റെ പിറകിൽ, കുട്ടികളും ഡോഗൊക്കെ ഈ പാൻ കേക്കിൻ്റെ പിറകിൽ ഓടുന്നത് കാണാം. അങ്ങനെ ഓടുന്ന സമയത്താണ് ഒരു പൂച്ചനെ, കേറ്റിനെ കാണുന്നത്. കേറ്റ് ചോദിക്കുകയാണ് ഹേ വൈ ആർ യു റണ്ണിങ്, നീ എന്തിനാണ് ഓടുന്നത്? വൈ എന്ന് പറഞ്ഞാൽ എന്തിനെന്നാണ്. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറയാണ് വൈ ആർ യു റണ്ണിങ് എന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് ഓടുന്നത്. പാൻ കേക്ക് പറയാണ് ദി 7 children, their father, mother and pet dog are following me. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗും എന്നെ പിന്തുടരുകയാണ്, എന്നെ ഫോളോ ചെയ്യാണ്. സ്റ്റോപ്പ് ദെയർ, അവിടുന്ന് കുട്ടികളൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അവിടെ നിൽക്ക്. ദി പാൻ കേക്ക് റാൻ ആസ് ഫാസ്റ്റ് കൂട്ട്. എന്താണ് ഈ ഒരു പാൻ കേക്ക് അതിന് ഓടാൻ കഴിയുന്ന വേഗത്തിൽ അതോടി. ദി 7 children, their father, mother, pet dog and cat followed it. ഇപ്പം ആരൊക്കെയാണ് ഈ ഒരു പാൻ കേക്കിനെ ഫോളോ ചെയ്യുന്നത്? കുട്ടികളുണ്ട്, അച്ഛൻ, അമ്മ, വളർത്തുനായ, പിന്നെ പൂച്ച. അടുത്തത് പാൻ കേക്ക് ഓടുന്ന വഴിയിൽ ഒരു ഗോട്ട്, ഒരു ആടിനെ കാണുകയാണ്. ഗോട്ട് ചോദിക്കുകയാണ് ഹലോ ഫ്രണ്ട്, ഹലോ കൂട്ടുകാരാ, വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത്? ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ സംഭവിച്ചത് എന്നാണ്. പാൻ കേക്ക് മറുപടി ആയിട്ട് പറയാണ് ദി 7 children, their father, mother, pet dog and cat are going to eat me. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗും കേറ്റും എന്നെ കഴിക്കാൻ പോവുകയാണ്. ഗോയിങ് ടു ഈറ്റ് മീ എന്ന് പറഞ്ഞാൽ എന്നെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്.
സ്റ്റോപ്പ് ദേ എന്ന് കുട്ടികൾ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പം ആരൊക്കെയാണ് ഈ ഒരു പെയിൻ കേക്കിനെ ഫോളോ ചെയ്യുന്നത്, പിന്തുടരുന്നത്? പെയിൻ കേക്ക് റാൻ ആസ് ഫാസ്റ്റ് ഇറ്റ് കുഡ്. പെയിൻ കേക്ക് അതിന് കഴിയുന്ന ഫാസ്റ്റിൽ അത് ഓടി. ദി 7 children, their father, mother, pet dog, cat and goat are following it. ഇപ്പോൾ ഈ ഒരു ഗോട്ടും വയറുകൾ കണ്ട നായയും പൂച്ചയും കുട്ടികളും അച്ഛനും അമ്മയും ഒക്കെ ഈ ഒരു പെയിൻ കേക്കിനെ പിന്തുടരുന്നുണ്ട്. അടുത്തത് ഓടുന്ന വഴിയരികിൽ പെയിൻ കേക്ക് ഒരു കുറുക്കനെ, ഒരു ഫോക്സിനെ കണ്ടുമുട്ടുകയാണ്. ഫോക്സ് ചോദിക്കുകയാണ്, വൈ ആർ യു റണ്ണിങ്? വൈ ആർ യു റണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തൊട്ട് മുൻപ് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. വൈ ആർ യു റണ്ണിങ് എന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് ഓടുന്നത്? നമ്മുടെ പെയിൻ കേക്കിൻ്റെ മറുപടി, ദി 7 children, their mother, father, pet dog, cat, goat are going to catch me. ഇവരൊക്കെ എന്നെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ക്യാൻ യു ഗിവ് മീ എ പ്ലേസ് ടു ഹൈഡ് ഇൻ? എനിക്ക് ഒളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം തരുമോ എന്ന് ചോദിക്കുകയാണ്. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിക്കുക. ഒളിക്കാൻ വേണ്ടി സ്ഥലം തരുമോ എന്ന് ചോദിച്ച് കുറുക്കൻ എന്താണ് ഈ ഒരു പെയിൻ കേക്കിനെ കഴിക്കുകയാണ്. എന്നിട്ട് കുറുക്കൻ ഇവിടെ ചിന്തിക്കുന്നതായിട്ട് കാണാം, യമ്മി യമ്മി, നല്ല ടേസ്റ്റ് ആണെന്ന്. ഇവിടെ എല്ലാവരും പറയാണ്, ഓ ഇറ്റ്സ് ഗോൺ, അത് പോയില്ലേ. പെയിൻ കേക്ക് ഇപ്പോൾ എവിടെയാണുള്ളത്? കുറുക്കൻ്റെ വയറ്റിലാണല്ലേ, സ്റ്റൊമക്കിലാണുള്ളത്. ഈ കഥ എങ്ങനെയാണ്? നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടോ? നല്ല രസകരമായിട്ടുള്ളൊരു ചെറിയ കുട്ടി കഥയാണല്ലേ. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു റെഡ് ഹാർട്ട് കമൻ്റ് ആയിട്ട് ഇടണേ. അടുത്തത് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഉണ്ട്, പിക്ചർ സ്റ്റോറി കാർഡ്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ, റൈറ്റ് ദി ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ഈച്ച് പിക്ചർ, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. നിങ്ങൾക്ക് താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങൾക്കനുസരിച്ച് നിങ്ങളോട് അവിടെ അടിയിൽ ഇവൻറ്റ്സിന്, അതായത് സംഭവങ്ങൾക്ക് യോജിച്ച കാര്യങ്ങൾ അടിയിൽ എഴുതി കൊടുക്കുക. പിന്നെയോ ഇതിന് സ്യൂട്ടബിൾ, യോജിച്ചൊരു ടൈറ്റിലും നിങ്ങൾ കൊടുക്കണം. ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഒരമ്മ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്ന കുട്ടിക്ക് ടിഫിൻ ബോക്സിൽ ഫുഡൊക്കെ റെഡി ആയിട്ട് കൊടുക്കുകയാണ് അല്ലേ. എന്നിട്ട് രണ്ടാമത്തെ പിക്ചറിൽ നമുക്ക് ആ ഒരു കുട്ടി ടിഫിൻ ബോക്സൊക്കെ കയ്യിൽ പിടിച്ചിട്ട്, കിറ്റിൽ പിടിച്ചിട്ട് സ്കൂളിലേക്കായിരിക്കും നടന്നു പോകുന്നത് കാണാം. അടുത്ത പിക്ചറിൽ ഒരു പാവപ്പെട്ട ഒരാളും ഒരു അച്ഛനും മകളും ഇരിക്കുന്നത് കാണാമല്ലേ. വസ്ത്രങ്ങളൊക്കെ കുറച്ച് ഡേർട്ടി ആയിട്ടുള്ള അയകിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, കുട്ടി വയറ് പിടിച്ച് കരയുന്നുണ്ട്, വിശന്നിട്ടായിരിക്കാം കരയുന്നത്. അപ്പോൾ എന്താണ്, ഇത് സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിട്ട് പോകുന്ന, സ്കൂളിലേക്ക് പോകുന്ന കുട്ടി കാണുന്നുണ്ട്. അപ്പോൾ അവന് അടുത്ത പിക്ചറിൽ കാണാം അവൻ്റെ കയ്യിലുള്ള ടിഫിൻ ബോക്സ് എടുത്തിട്ട് ആ ഒരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത പിക്ചറിൽ ഈ ഫുഡ് കിട്ടിയപ്പോൾ ഈ കുട്ടിയും കരച്ചിലൊക്കെ നിന്ന് കുട്ടിയും അച്ഛനും ചിരിക്കുന്നത് കാണാം. ഈ സംഭവങ്ങൾക്ക് ഇവന് സ്കൂൾ കഴിഞ്ഞാണ്ട് വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അടുത്ത് നമുക്ക് കാണാം ഇവർ ഈ ഒരു അച്ഛനെയും മകളെയും അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ അവർക്ക് നല്ലൊരു ഫുഡ് അച്ഛനും മകൾക്കും അവരുടെ വീട്ടിൽ വെച്ചിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഒരു ഫുഡ് സെർവ് ചെയ്ത് ഫുഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നമ്മൾ അടിയിൽ സെൻറ്റൻസ് ആയിട്ട് എഴുതണം. ഇപ്പോൾ എന്താണ് ഈ ഒരു കഥ എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യത്തെ പിക്ചറിൽ എഴുതാം, ദ ബോയ് ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. ഇവിടെ കുട്ടി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. ഹിസ് മദർ ഈസ് പാക്കിംഗ് ലഞ്ച് ഫോർ ഹിം. അവൻ്റെ അമ്മ അവന് വേണ്ടിയിട്ട് ലഞ്ച് പേക്ക് ചെയ്യാണ്. രണ്ടാമത്തെ പിക്ചറിൽ എഴുതാം, ദ ബോയ് ഈസ് ഗോയിങ് ടു സ്കൂൾ. കുട്ടി സ്കൂളിലേക്ക് പോവുകയാണ്. ഹി ഈസ് ക്യാരിങ് ഹിസ് ബാഗ് ആൻഡ് ലഞ്ച് ബോക്സ്. അവൻ അവൻ്റെ ബാഗും ലഞ്ച് ബോക്സും ക്യാരി ചെയ്യുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. The boy see a hungry girl sitting with her father under a tree. ബോയ് എന്താണ്, കുട്ടി കാണുകയാണ് ഒരു പാവപ്പെട്ട കുട്ടിയും അവളുടെ അച്ഛനും മരത്തിൻ്റെ അടിയിൽ ഇരിക്കുന്നത്. He feels sad and wants to help her. അവൻക്ക് അങ്ങനെ ഇവരെ കണ്ടിട്ട് വിഷമം തോന്നി, അവരെ സഹായിക്കണം എന്ന് തോന്നി. ഇനി അടുത്ത പിക്ചറിൽ എഴുതാം, ദ ബോയ് ഗിവ്സ് ഹിസ് ലഞ്ച് ബോക്സ് ടു ദി ഗേൾ. ബോയ് അവൻ്റെ ലഞ്ച് ബോക്സ് കുട്ടിക്ക് കൊടുത്തു, പെൺകുട്ടിക്ക് കൊടുത്തു. ഷീ ബിക്കെയിം ഹാപ്പി. അവൾ സന്തോഷവതിയായി. പിന്നെ അടുത്ത പിക്ചറിൽ എഴുതാം, ദ ഗേൾ ഈറ്റ്സ് ഹാപ്പിലി ആൻഡ് ഹർ ഫാദർ ബിക്കെയിം ഹാപ്പി. കുട്ടി സന്തോഷത്തോടെ കഴിച്ചു, അവളുടെ അച്ഛനും സന്തോഷവാനായി. അടുത്ത പിക്ചറിൽ ഈ കാര്യങ്ങളൊക്കെ കുട്ടി വന്ന് വീട്ടിൽ വന്ന് അമ്മയോട് പറയാണ്. അവിടെ നമുക്ക് എഴുതാം, ദ ബോയ് റിട്ടേൺസ് ഹോം ആൻഡ് ടെൽസ് എവറിത്തിങ് ടു ഹെർ മദർ. ബോയ് വീട്ടിൽ തിരിച്ചു വന്ന് എല്ലാ കാര്യവും അവൻ്റെ അമ്മയോട് പറഞ്ഞു.
പിന്നെ അടുത്ത പിക്ചറിൽ എഴുതാം ദ ബോയ് ടേക്സ് ദി പുവർ ഗേൾ ആൻഡ് ഹർ ഫാദർ ടു ഹിസ് ഹോം. അങ്ങനെ ഈ കുട്ടി ഈ പാവപ്പെട്ട അച്ഛനെയും അവൻ്റെ മകളെയും അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവസാനത്തെ പിക്ചറിൽ ദ ഫാമിലി സെർവ്സ് ദം ഫുഡ് വിത്ത് ലവ്. ഈ ഇവിടെയുള്ള ഇവൻ്റെ ഫാമിലി, അതായത് കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എന്താണ്, അവർക്ക് സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ദേ ഈറ്റ് ഹാപ്പിലി ആൻഡ് ഫീൽ താങ്ക്ഫുൾ. അവർ നല്ല സന്തോഷത്തിൽ കഴിച്ച് അവരോട് കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയാണ്. സോ കുട്ടികളെ, നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഈ ഒരു യൂണിറ്റിൽ, 4ാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കണേ. നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് സബ്ജക്റ്റിൽ ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്നും കൂടി നിങ്ങൾ കമൻ്റായിട്ട് പറയണേ. പിന്നെ നമ്മൾ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. സോ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.